ഒരൊറ്റ ചോദ്യം മതി ജീവിതം മാറാൻ. സുരേഷ് ഗോപി സാറിന്റെ വാക്കുകൾ ഞാൻ കടമെടുത്തതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ വാക്ക് മതി നിങ്ങളുടെ ജീവിതം മാറാൻ. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. മക്കളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വാക്കുകളുടെ ശക്തി, വാക്കുകൾക്ക് അപാരമായിട്ടുള്ള ശക്തിയുണ്ട്. നിങ്ങൾ പറയുന്ന വാക്ക് ഒരു മനുഷ്യനെ തകർക്കാനും തകർന്നിരിക്കുന്ന മനുഷ്യനെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാനും നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയും. ഒരിക്കൽ രാജാവായ ശ്രീകൃഷ്ണദേവരായർ അദ്ദേഹത്തിന്റെ രാജസഭയിൽ ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും മികച്ച വസ്തു എന്താണ്? അപ്പോ തെന്നാലി രാമൻ ഉത്തരമായി പറഞ്ഞു, നാവാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും മോശം വസ്തു എന്താ? അപ്പോഴും തെന്നാലി രാമൻ പറഞ്ഞ ഉത്തരം സെയിം ആയിരുന്നു. എന്താണ്? നാവ് തന്നെയാണ്. അപ്പൊ ചോദിച്ചു, രണ്ടും നാവോ? അതെങ്ങനെയാണ് ശരിയാവുക? അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, മധുരമുള്ള വാക്കുകൾ കൊണ്ട് ശത്രുവിനെ പോലും നമുക്ക് മിത്രമാക്കി മാറ്റാൻ പറ്റും. പക്ഷേ കഠിനമുള്ള വാക്കുകൾ കൊണ്ട് നമ്മുടെ മിത്രത്തെ പോലും ശത്രുവാക്കി മാറ്റാൻ പറ്റും. വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വാക്കുകൾക്ക് പറ്റും. പക്ഷെ സന്തോഷമായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തെ നശിപ്പിക്കാനും ഒരു വാക്കിന് പറ്റും. മക്കളെ, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാക്കുകൾക്ക് അത്രയും പവറുണ്ട്, ശക്തിയുണ്ട്. നിങ്ങൾ ഓരോ മനുഷ്യരോടും പറയുന്ന വാക്കുകൾ നല്ല വാക്കുകളാണോ പറയുന്നത്? ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന് മിനിമം ഒരു 5 പേരെയെങ്കിലും അഭിനന്ദിക്കുക. ചില മനുഷ്യർ ആരെയും അഭിനന്ദിക്കത്തില്ല, പിന്നെ ഞാൻ അവനെ അഭിനന്ദിച്ചിട്ട് അങ്ങനെ അവൻ ആളാവണ്ട എന്ന് പറയും, അല്ലേ? ഇന്ന് ഒരു അഭിനന്ദനം, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു അപ്രീസിയേഷൻ, ഇന്നത്തെ അപ്രീസിയേഷൻ ടീച്ചറമ്മയ്ക്ക് ഇരിക്കട്ടെ, ഓക്കെ? നിങ്ങൾ ഒരു അപ്രീസിയേഷൻ വേർഡ്, ഞാൻ ഇന്നത്തെ കമൻ്റ് എല്ലാം വായിക്കും. നിങ്ങളൊരു അപ്രീസിയേഷൻ വേർഡ്, ഫോർ എക്സാമ്പിൾ, ടീച്ചറമ്മ വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് മോർണിംഗ് മോട്ടിവേഷൻ തരുന്നുണ്ട്, ഓക്കെ, അതൊരു അപ്രീസിയേഷന്. അല്ലെങ്കിൽ ടീച്ചറമ്മയുടെ വാക്കുകൾക്ക് നല്ല പവറുണ്ട്, ദാറ്റ്സ് എൻ അപ്രീസിയേഷൻ, അല്ലേ? പലരും പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സൺഡേ ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഇൻ്റർവ്യൂവർ എന്നോട് പറഞ്ഞു, സുജ എന്ത് രസമാണെന്നറിയാം സുജിയുടെ വാക്ക് കേൾക്കാൻ. കുട്ടിയുടെ ശബ്ദം എങ്ങനെയാണ് കേട്ടോ. ആ ഇൻ്റർവ്യൂവർ ആരാന്നറിയണ്ടേ? ഉടനെ തന്നെ ആ വീഡിയോ റിലീസ് ആകുമ്പോൾ ടീച്ചറമ്മ പറയാം കേട്ടോ. മക്കളെ പറഞ്ഞു, സുജ എന്ത് രസമാണെന്നറിയാം സുജിയുടെ സംസാരം കേൾക്കാൻ. അതിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു, ഭയങ്കര രസമാണ് കേട്ടോ എന്നിങ്ങനെ എന്നോട് പറഞ്ഞു. അതുപോലെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് തൃശ്ശൂർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറിയപ്പോൾ പെട്ടെന്നൊരു സബ്സ്ക്രൈബർ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട് കേട്ടോ, നിങ്ങളുടെ വാക്കുകൾ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞു, താങ്ക് യു. പെട്ടെന്ന് ഓട്ടോ വിട്ടു പോകാം, എന്നാലും അവർ ഓടി വന്നത് പറയുകയാണ്. എനിക്ക് എന്തോ സന്തോഷം തോന്നിയെന്നറിയാമോ? കാര്യം എന്താ, ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, അല്ലേ മക്കളെ? നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. നിങ്ങൾ ഇത്രയും ദിവസം, നിങ്ങൾ 51 ദിവസം ടീച്ചറമ്മയ്ക്കൊപ്പം ഈ ഒരു ജേണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം. വെരി ഗുഡ്, സബാഷ്, സൂപ്പർ. ഇനി എല്ലാ ദിവസത്തെയും വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾ ഒരു ദിവസം 2-3 വീഡിയോസ് വെച്ച് കണ്ട് കറക്റ്റ് ആ എല്ലാ വീഡിയോസും കാണണം. കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള വ്യക്തി നമുക്കൊരു നല്ല മോർണിംഗ് മോട്ടിവേഷൻ തരുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും. ടീച്ചർമാർ പറയുന്ന ചില വാക്കുകളൊക്കെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റുന്നത്, അല്ലേ? പലർക്കും തോന്നിയിട്ടില്ലേ? ഞാൻ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് ആക്ഷൻ എടുക്കണമെന്ന് തോന്നി. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു, ടീച്ചറമ്മയുടെ ക്ലാസ്സിൽ ഈ മോർണിംഗ് മോട്ടിവേഷനിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഞാനൊരു പുതിയ കാർ എടുത്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വിഫ്റ്റ് ഡിസയർ എന്നാണ് തോന്നുന്നു പറഞ്ഞത്. ഒരു കാർ എടുത്തു. എൻ്റെ കാറിന് ഞാൻ സുജാമ്മ എന്നാണ് പേരിട്ടത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അതിനകത്തൊരു വോയിസ് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. 2 ദിവസം മുന്നത്തെ വീഡിയോ, 2-3 ദിവസം മുന്നത്തെ വീഡിയോ ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട്. ആ കമൻ്റ് ഇട്ട ആൾക്ക് താങ്ക് യു സോ മച്ച്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലും എന്താ പറയുക, ഞാൻ എൻ്റെ BMW കാറിനെ പൊന്നുകുട്ടി എന്നാണ് വിളിക്കുന്നത്, നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ടീച്ചറമ്മയുടെ പൊന്നുകുട്ടി പോലെ തന്നെ ആളുടെ കാറിന് സുജാമ എന്നാണ് ആൾ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഇതിലും വലിയ എന്താ അവാർഡാ മക്കളെ കിട്ടാനുള്ളത്? നിങ്ങളുടെ മനസ്സിലൊരു സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല, ടീച്ചറമ്മയ്ക്ക് അറിയാം.
അതാണ് ആ വാക്കുകളുടെ ശക്തി. മക്കളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ രാവിലെ വന്നിരുന്ന് ആരെങ്കിലും വിമർശിക്കുകയാണോ ചെയ്യുന്നത്? ആരെങ്കിലും വീഡിയോയുടെ കണ്ടന്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യർ പറഞ്ഞ കാര്യങ്ങൾ കണ്ടോ, ഇന്നാര് ചെയ്തത് കണ്ടോ, അവരങ്ങനെ പറയാൻ പാടുണ്ടോ, ഇവരിങ്ങനെ ചെയ്തോ, അല്ലേ? ആളുകളെ വിമർശിക്കുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും ആൾക്കാരുടെ മോശം വശങ്ങൾ ചൂണ്ടി ഒന്നുമില്ല. നമ്മൾ ആരും ആരുടെയും കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കാറില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമാണ് ടീച്ചറമ്മ പറഞ്ഞു തരുന്നത്, അല്ലേ? അപ്പോൾ ആ നല്ല വാക്കുകൾ ഞാൻ പറഞ്ഞു തരുന്നത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത്, അല്ലേ? അപ്പോൾ അതുപോലെ എൻ്റെ മക്കളും എപ്പോഴും നല്ല വാക്കുകൾ പറയാനും അതുപോലെ മറ്റുള്ളവരെ അഭിനന്ദിക്കാനും ഒക്കെ നമ്മുടെ നാവ് ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എൻ്റെ മക്കൾ സന്തോഷമായിട്ടിരിക്കണം. ടീച്ചറമ്മയുടെ സ്നേഹം കൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. കരച്ചിലും കണ്ണീരും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിതം ആഘോഷമാക്കണം. മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ, മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ, മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. എൻ്റെ ജീവിതം ഒരു ആഘോഷമാണെന്ന് വേണം പറയാൻ. ജീവിതം മടുത്തു മതിയാക്കാം എന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് രാവിലെ ചെയ്തായിരുന്നോ? അതോ മടി പിടിച്ചിരിക്കുകയാണോ? എന്നെ കൊണ്ട് കമ്പടിപ്പിക്കരുത്. നിങ്ങൾക്കറിയാലോ ഞാൻ പഴയ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ടീച്ചറാണ്. അപ്പോൾ ഏതൊരു വീഡിയോയ്ക്ക് താഴെ ഒരു സ്റ്റുഡൻറ്റ് കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട്, അയ്യോ ഇതെൻ്റെ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി ടീച്ചറാണോ? അപ്പോൾ മക്കളെ, എനിക്ക് പറയാനുള്ളൊരു കാര്യം, നല്ല വാക്കുകൾ പറയുക, സന്തോഷമായിട്ടിരിക്കുക, നല്ല സുന്ദര കുട്ടപ്പന്മാരും സുന്ദരി കുട്ടികളുമായിട്ടിരിക്കുക. ടീച്ചറമ്മയ്ക്ക് ഒരുപാട് സ്നേഹം എല്ലാവരോടും. ലവ് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.